ആ സാറേ ഈ സീനായിരുന്നു ആദ്യം എടുക്കുന്നത്. ഈ സീൻ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇതാ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ സാർ. കേട്ടോ? ഓക്കെ, ശരി. ആർട്ടിസ്റ്റൊക്കെ റെഡിയായോ? ആ ഒരു ഉടനെ തന്നെ റെഡിയാവും. സത്യനും നസീറൊക്കെ റെഡിയായോ? 2-3 മിനിറ്റ്. ആ വണ്ടിയൊക്കെ അവിടെ നിന്ന് മാറ്റിയിടാൻ പറ. ആ ഓക്കെ. ക്യാമറമാനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇപ്പോൾ വിളിക്കാം സാർ. എടോ അവിടുന്ന് ആ വണ്ടിയൊക്കെ അവിടെ മാറ്റിയത് എന്ത് കാണിക്കും? നീ പോയില്ലേ ഇതുവരെ? നീ അതിലെ കൂടെ കിടന്ന് ഇറങ്ങുന്നേ? സാർ എന്തെങ്കിലും ഒരു അവസരം. എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയ്ക്കകത്ത് വേഷമില്ലെന്ന്. സാർ വിചാരിച്ച എന്തെങ്കിലും ഒരു ചാൻസ് പ്ലീസ് സാർ. എടാ സത്യനും നസീറൊക്കെ പോലെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എനിക്ക് സിനിമ ചെയ്ത് പിന്നെ അത് നിനക്ക് ഞാൻ എന്നാ വേഷം തരാനാ? നീ പഠിക്കുന്നല്ലേ? പോയി പഠിക്കാൻ നോക്കുന്ന അലക്ഷരം. എടാ സിനിമയ്ക്കകത്ത് അഭിനയിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? സാർ ചെറിയ എന്തെങ്കിലും പാസിംഗ് ആയാലും കുഴപ്പമില്ല സാർ, എന്തെങ്കിലും. പോയി പഠിക്കാൻ നോക്കൂ. സാറേ നമ്മുടെ വള്ളക്കാരനായിട്ട് അഭിനയിക്കുന്ന ആള് വന്നില്ല. അവനോട് പോയി. അറിയില്ല സാർ, രാവിലെ വരെ ഓക്കെ ആയിരുന്നു, അവസാന നിമിഷത്തിൽ എന്തോ സംഭവിച്ചാ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? സാർ ഞാൻ നന്നായിട്ട് വള്ളം തുടങ്ങി സാർ. അതിന് എൻ്റെ വീട് വൈക്കത്താ, കായലെടുത്ത സാർ. നീ ചെയ്യോ? ചെയ്യും സാർ. സാർ അവസരം ഉറപ്പാടും ചെയ്യും സാർ. മര്യാദയ്ക്ക് ചെയ്യോ? ചെയ്യും സാർ. എങ്കിൽ ഒരു ചാൻസ് തരാം. ആ ശരിയാക്കിയില്ലെങ്കിൽ ഇനി പരിസരത്ത് കണ്ടാക്കല്ലേ. ഓക്കെ സാർ, നന്ദി. ആ പോയി കോസ്റ്റ്യൂം ഇട്. എടാ അവനൊന്ന് കാണിച്ചു തരാം. അതിലൂടെ വേഗം വേണം. അയ്യോ ഇന്നെല്ലാം തീരുവെന്ന്. സാർ കോസ്റ്റ്യൂം എന്തിനാടോ എന്റെ പുറം നടക്കുന്നേ? അവിടെയല്ലേ സംഭവം, എന്തിനീ എന്റെ പുറം നടക്കുന്നേ? ഇല്ല സാറിനോട് ചോദിക്കാൻ ഡയറക്ടർ ഓ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലേ, ഇതിലൂടെ അങ്ങ് ചെന്നാ മതി. ശരി സാർ. ആ എടോ, ആ അതെ തന്റെ പേരെന്ന് പറഞ്ഞ എനിക്ക് ലിസ്റ്റിൽ എഴുതാനായി. മുഹമ്മദ് കുട്ടി. എന്തുവാ? PA മുഹമ്മദ് കുട്ടി. താൻ ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി.